ലേഡീസിനെല്ലാം ഉപകാരപ്പെടുന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ബ്ലൗസ് ഈ വൈഡ് നെക്ക് ഉള്ളതും ഈ ബോട്ട് നെക്ക് ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ബ്ലൗസ് നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ബ്രൈഡ് സ്ട്രാപ്പ് വെളിയിലോട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ബ്ലൗസിന് ഇവിടെ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പം അതിനു വേണ്ടി ഈ ബ്ലൗസിൻ്റെ തന്നെ തുണി കിട്ടുവാണെങ്കിൽ, ഇതേ കളറിലുള്ള തുണി കിട്ടാൻ ബെസ്റ്റ്. അഥവാ കിട്ടിയില്ല എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്ട്രാപ്പ് ഇതുപോലെ എന്തിൻ്റെയെങ്കിലും ഒരു സ്ട്രാപ്പ് ഇതുപോലെ എടുത്തിട്ട് കുറച്ച് ഭാഗം മുറിച്ചെടുക്കണം. കണ്ടോ, ഇതിൻ്റെ ഇവിടാണ് നമുക്ക് തയ്ച്ച് വെക്കേണ്ടത്. കണ്ടോ, ഇവിടുന്ന് ഈ ബ്ലൗസിൻ്റെ ഈ മുകളിലോട്ട് നിൽക്കുന്ന ആ ഭാഗം വരെയുള്ള അത്രയും നീളത്തിൽ ഇത് മുറിച്ചെടുക്കണം നമുക്ക്. ഞാനൊന്ന് കട്ട് ചെയ്യട്ടത്. ഇത് നമുക്ക് ഇപ്പം ഇങ്ങനത്തെ സ്ട്രാപ്പ് കിട്ടിയില്ല എങ്കിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അണ്ടർ സ്കേർട്ടിനൊക്കെ ഇടാൻ പറ്റുന്ന വള്ളികൾ കിട്ടുമല്ലോ ഇങ്ങനെ വാങ്ങാൻ. ഇതേന്ന് നമുക്ക് കുറച്ച് ഭാഗം മുറിച്ചെടുത്താലും മതിയാവുമോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്ന് ഇതുള്ളതുകൊണ്ട് ഇതിലോട്ട് തയ്ച്ച് വയ്ക്കുകയാണ്. ഈ ബ്ലൗസിൻ്റെ ഈ ഒരു തയ്യൽ ഭാഗം ഉണ്ടല്ലോ, മുകളിലോട്ട് ഇങ്ങനെ വെളിയിലോട്ട് നിൽക്കുന്ന ഉള്ളിലോട്ട്, ഇവിടോട്ട് നമുക്കിത് തയ്ച്ച് വയ്ക്കാം. ഇപ്പം ടൈലർ ഉണ്ടെങ്കിൽ ടൈലറിൻ്റെ അടുത്ത് കൊടുക്കാം, സ്വിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തയ്ക്കാം. ഇത് രണ്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സൂചി നൂല് കൊണ്ട് വച്ച് തന്നെ തയ്ക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് എൻ്റെ കൈ കൊണ്ട് തന്നെ തയ്ച്ചെടുക്കുകയാണ്. ഉണ്ടോ, അത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇതിനെ ഈ ഭാഗത്തോട്ടാക്കണം. ഇത്ര മതി. ഈ ബ്ലൗസിൻ്റെ ഇത്ര വരെ വരാവും. ഈ ബ്ലൗസിൻ്റെ വെളിയിലോട്ട് ഇത് പോകരുത്. വെളിയിലോട്ട് പോയാൽ നമുക്കിൻ്റെ വെളിയിലോട്ട് കാണത്തില്ലേ. അപ്പോൾ അവിടെ വരെ വരരുത്. ഇത് ഇത്രയും വരെ നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇനി എന്താ വേണ്ടത്, ഇനി ഒരു ബട്ടൺ വേണം. ഇതിന് ഞാനൊരു പ്രസ് ബട്ടണാണ് എടുക്കുന്നത്. പ്രസ് ബട്ടൺ. ഈ പ്രസ് ബട്ടൺ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഈ പ്രസ് ബട്ടണിൻ്റെ ഫീമെയിൽ പോർഷൻ നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഈ തയ്യലിൻ്റെ ഭാഗത്തോട്ട് തയ്ച്ച് വയ്ക്കണം. വെളിയിലോട്ട് ആ തയ്യൽ വരരുത്. ഈ മുകളിലത്തെ ഈ പോർഷനിലോട്ട് തയ്ച്ച് വയ്ക്കാം. അപ്പം ഞാനൊന്ന് തയ്ച്ചെടുക്കട്ടെ. നമുക്ക് കൈകൊണ്ട് തയ്ക്കാൻ എളുപ്പമായത്. സൂയിങ് മെഷീന് പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ മെയിൽ പോർഷൻ ഇതിൻ്റെ ഈ മറ്റേ ആ ലൂപ്പിൻ്റെ ഒരു ഭാഗത്തോട്ട് തയ്ച്ച് വയ്ക്കണം. കണ്ടോ, ഇവിടെ വന്ന് ഇതിങ്ങനെ ഇരിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇവിടെ അറ്റത്തോട്ട് ഇത് തയ്ച്ച് വയ്ക്കാം. ഇങ്ങനെയാണ് നമുക്കിത് വെക്കേണ്ടത്. അതിന് വേണ്ടി നമുക്കിത് ഇതിൻ്റെ ഈ തുമ്പത്ത് തയ്ച്ച് വയ്ക്കാം. അത് നമുക്ക് കൈകൊണ്ട് തന്നെ തയ്ച്ചേ പറ്റത്തുള്ളൂ. ഞാനൊന്ന് തയ്ച്ചെടുക്കട്ടെ. ഈ സ്ലീവ്ലെസ് ബ്ലൗസിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ തയ്ച്ച് വെക്കാം നമുക്ക്. അതൊക്കെ നമുക്ക് അന്നേരം ബ്രൈഡ് ലൂപ്പൊന്നും വെളിയിൽ കാണാതെ, ബ്രൈഡ് സ്ട്രാപ്പ് ഒന്നും വെളിയിൽ വരാതിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ തയ്ച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത്. ഇപ്പോൾ ഇത് നമ്മുടെ ബ്രൈഡ് സ്ട്രാപ്പാണ് ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ബ്ലൗസ് ഇട്ടിട്ട് ശേഷം ഇതിങ്ങനെ അങ്ങ് പ്രസ് ബട്ടൺ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൈഡ് സ്ട്രാപ്പ് വെളിയിലോട്ട് പോകത്തേ ഇല്ല. കണ്ടോ, അത് അവിടെ തന്നെ നടക്കും. നമ്മൾ എന്തെല്ലാം ചെയ്താലും അത് വെളിയിൽ പോകത്തില്ല. ഇങ്ങനെ തന്നെ അതവിടെ സെക്യൂർ ആയിരിക്കും. ഇതിൻ്റെ ഈ ബ്ലൗസിൻ്റെ വെളിയിൽ ഇതിൻ്റെ തയ്യലോ ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു ലൂപ്പ് ഉള്ളിലുണ്ടെന്നോ ഒന്നും നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല. കണ്ടില്ലേ, ഉണ്ടോ, ഇപ്പം ഇങ്ങനെ കിടക്കും ഇത്. ഇനി ഇൻ കേസ് നമ്മൾ ഈ ലൂപ്പ് തയ്ക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ ഒത്തില്ല, നമുക്ക് പെട്ടെന്ന് ഈ ബ്ലൗസ് ഇടേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു നീളമുള്ള ഒരു സെഫ്റ്റി പിൻ, ഒരു വലിയ സെഫ്റ്റി പിൻ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ തയ്യലിലോട്ട് എടുത്തിട്ട് കുത്തിയിട്ട് ആ സെഫ്റ്റി പിൻ ഇങ്ങനെ ബ്രൈഡ് സ്ട്രാപ്പ് ഇട്ട ശേഷം ഇതിങ്ങനെ കുത്തി അവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. കണ്ടോ, ഇതാണെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എപ്പോഴും ഇങ്ങനെയൊന്നും ചെയ്യണ്ട. കണ്ടോ, ഇതിൻ്റെ ബ്ലൗസിൻ്റെ വെളിയിലോട്ട് ഇതൊന്നും കാണത്തില്ല. ഇവിടെ സേഫ്റ്റി പിൻ ഉണ്ടെന്നോ ഒന്നും നമുക്ക്
മനസ്സിലാവത്തില്ല. അത് നല്ല വൃത്തിയായിട്ട് തന്നെ അവിടെ കിടന്നോളൂ. കണ്ടോ? ഇത് നമുക്ക് കുർത്തിക്കായാലും ബ്ലൗസിനായാലും ഒക്കെ ഇത് നമുക്ക് ഉപകാരപ്രദമാണ്. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.